നമ്മുടെ പുതിയ ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നാണ് ഇത്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഈ പാഠം നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇത് പ്രോബ്ലംസ് ഒന്നുമില്ല, ഈ പാഠത്തിൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, അതായത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഞാൻ കുറച്ച് കോമ്പൗണ്ടുകളുടെ പേര് ചെയ്യും. നിങ്ങൾക്ക് സിമിലറായ കോമ്പൗണ്ട്സ്, സോഡിയം ക്ലോറൈഡ് അറിയാത്തവരില്ല. മഗ്നീഷ്യം ക്ലോറൈഡ്, H2O, വാട്ടർ, അമോണിയ, NH3. സിമ്പിൾ ഓട്ട്, ഓക്സിജൻ, H2 ഹൈഡ്രജൻ മോളിക്യൂൾ, നൈട്രജൻ മോളിക്യൂൾ, ഫ്ലൂറിൻ മോളിക്യൂൾ. അപ്പൊ ഇവിടെ കുഞ്ഞോളെ ഞാൻ ഒരുപാട് കോമ്പൗണ്ടുകളുടെ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ പേര് എഴുതിയിട്ട് ഫോർമുല എഴുതിയിട്ട് കാണും, നിങ്ങൾക്ക് കാണാം. എന്താണ് F2 എന്ന് പറഞ്ഞാൽ? രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങൾ ചേർന്നിട്ടുള്ള ഒരു മോളിക്യൂളാണ്. രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ള മോളിക്യൂളാണ് N2 മോളിക്യൂൾ. ഇവിടെ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തു. ഇവിടെയോ നൈട്രജനും 3 ഹൈഡ്രജനും കമ്പൈൻ ചെയ്തു. ഇവിടെയോ 2 ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തു. സോഡിയവും ക്ലോറിനും കമ്പൈൻ ചെയ്തു. മഗ്നീഷ്യവും 2 ക്ലോറിനും കമ്പൈൻ ചെയ്തു. എല്ലാത്തിനും ഞാൻ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, കമ്പൈൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് കമ്പൈൻ ചെയ്ത്. രണ്ടാള് അങ്ങനെ ഓരോന്നിനും ഇതിലാണെങ്കിലും ഒരേപോലുള്ള രണ്ടാള് കമ്പൈൻ ചെയ്തു. ഒരേപോലുള്ള രണ്ടാള്, വ്യത്യസ്തങ്ങളായിട്ടുള്ള 3 ആള്, 2 ആള്, 3 ആള്, 4 ആള് കമ്പൈൻ ചെയ്തിട്ട് പുതിയ കോമ്പൗണ്ടുകൾ ഉണ്ടായി. ഓക്കെ, അവിടെ കുറെ ക്വസ്റ്റ്യൻസ് വരും. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. സോഡിയം എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിന്റെ ഇങ്ങേ അറ്റത്തുള്ള മെറ്റലാണ്. ക്ലോറിൻ ആണെങ്കിൽ ഇങ്ങേ അറ്റത്തുള്ള നോൺ മെറ്റലാണ്. അതായത് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള, സ്വഭാവ ഗുണങ്ങളുള്ള 2 ഫാമിലിയിൽപ്പെട്ടവര് പരസ്പരം കല്യാണം കഴിച്ചിട്ട് ഒരു കുടുംബമായി താമസിക്കുന്നു. സോഡിയം ക്ലോറൈഡ് അല്ലേ? സോഡിയം എന്ന് പറയുന്നത് ആൽക്കലി കുടുംബത്തിലെ കാര്യപ്പെട്ട ആളാണ്. ക്ലോറിനോ ഹാലജൻ ഫാമിലിയിലെ പേരെടുത്ത ആളാണ്. 2 വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളാണ്. ഈ വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്നും വന്ന 2 പേര് എങ്ങനെ പരസ്പരം കമ്പൈൻ ചെയ്തു? ഇവിടെയും അങ്ങനെ തന്നെ 2 വ്യത്യസ്തങ്ങളായ ചുറ്റുപാടുകളിൽ നിന്നുള്ള 2 പേര് എങ്ങനെ കമ്പൈൻ ചെയ്ത് ഒത്തൊരുമിച്ച് നിൽക്കുന്നു? H2O നമ്മൾ കുടിക്കുന്ന വെള്ളം എല്ലാ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവമാണ്. ഹൈഡ്രജൻ എന്ന തീ പിടിക്കുന്ന ഗ്യാസ് ആണ്. ഓക്സിജൻ ആണെങ്കിലോ തീ പിടിക്കാൻ സഹായിക്കുന്ന ഗ്യാസ് ആണ്. അത് രണ്ടും കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്ന വെള്ളമോ തീ കെടുത്തുന്ന സാധനമാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 ഫാമിലിയിൽ നിന്നുള്ളവർ കൂടിച്ചേരുന്നോ അങ്ങനെ വേറൊരു സ്വഭാവമുള്ളവരുണ്ടാകും. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയാണ് ഇവർ പരസ്പരം കമ്പൈൻ ചെയ്തത്? എല്ലാ വ്യത്യസ്ത സ്വഭാവമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരെ പരസ്പരം ചേർത്ത് നിർത്തുന്ന എന്തോ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവർക്കിടയിൽ ഉണ്ടാവാം. ഇല്ലെങ്കിൽ അവരെപ്പോഴേ അടിച്ചു പിരിയുമായിരുന്നു. സോഡിയത്തിന്റെ സ്വഭാവമായിട്ട് തീരെ യോജിക്കാത്ത ആളാണ് ക്ലോറിൻ. ഹൈഡ്രജന്റെ സ്വഭാവമായിട്ട് തീരെ യോജിക്കാത്ത ആളാണ് ഓക്സിജൻ. എന്നിട്ടും അവര് പരസ്പരം ചേർന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ അവരെ പരസ്പരം ചേർത്ത് നിൽക്കുന്ന എന്തോ ഒന്ന് അവർക്കിടയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അവരെ പരസ്പരം ചേർത്ത് നിർത്തണമെങ്കിൽ അവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വേണ്ടേ? റിപ്പൾസീവ് ഫോഴ്സ് ആണെങ്കിൽ അവർ പരസ്പരം ചേർന്ന് നിൽക്കില്ല എന്ന് പറഞ്ഞാൽ there must be an attractive force between the constituent atoms in a molecule. ഒരു മോളിക്യൂളിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടക ആറ്റങ്ങൾക്കിടയിൽ അവരെ പരസ്പരം ചേർത്ത് നിർത്തുന്ന, ബൈൻഡ് ചെയ്യുന്ന, അവരെ പരസ്പരം ബൈൻഡ് ചെയ്ത് ചേർത്ത് നിർത്തുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. And that attractive force is called chemical bonds. എന്താണ്? കെമിക്കൽ ബോണ്ട്. മറക്കരുതേ, നമ്മൾ ഇതിൽ ആദ്യത്തെ ടേം പഠിച്ചു,
Chemical bonds. Chemical bonds. So what is chemical bonds? Chemical bond is actually bond. ബോണ്ട് എന്ന് പറഞ്ഞാൽ ബൈൻഡ് ചെയ്യുന്നത് എന്താണോ അതാണ് ബോണ്ട്. ചേർത്ത് നിർത്തുന്നത് എന്താണോ അതാണ് ബോണ്ട്. എന്തിനെയാണ് ചേർത്ത് നിർത്തിയത്? കെമിക്കൽസിനെയാണ്. ഒരു കെമിക്കലിലെ വ്യത്യസ്ത കെമിക്കൽസിനെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബൈൻഡ് ചെയ്യുന്ന ബോണ്ടാണ് കെമിക്കൽ ബോണ്ട്. That means it is an attractive force. It is an attractive force which hold the various atoms in a molecule together. Now it hold the various atoms in a molecule together. അപ്പൊ കെമിക്കൽ ബോണ്ട് എന്ത് എന്നുള്ളത് മനസ്സിലാവുന്ന തറപ്പിച്ചു വെക്കുക. It is an attractive force which hold the various atoms in a molecule together. പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് തലയ്ക്ക് പോയത് അല്ലേ അല്ലേ ഡൗട്ട് ഇല്ല സംശയമില്ല. ഓക്കെ ദ നെക്സ്റ്റ് why do atoms combine together? എന്തിനാ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അതല്ല. എന്തിനു കൂടിച്ചേരണം? അവരെ കൂട്ടിച്ചേർത്തത് ഓക്കെ, അത് കെമിക്കൽ ബോണ്ടാണ്, ശരി തന്നെയാണ്. എന്തിനാണ് കെമിക്കൽ ബോണ്ട് വഴി അവരെ കമ്പൈൻ ചെയ്യണം? why do they combine together? എന്തിനാ അവർ പരസ്പരം കമ്പൈൻ ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യൻ how do they combine together? എങ്ങനെ അവർ പരസ്പരം കമ്പൈൻ ചെയ്യും? എന്തിന് കമ്പൈൻ ചെയ്തു, എങ്ങനെ കമ്പൈൻ ചെയ്തു? എങ്ങനെ കമ്പൈൻ ചെയ്തു എന്നുള്ളതിന് ഉത്തരവുണ്ട്, കെമിക്കൽ ബോണ്ട് വഴി. പക്ഷെ ആ കെമിക്കൽ ബോണ്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയണം. ആദ്യത്തെ പറഞ്ഞത് എന്താ പറയാ, ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ക്ലിയർ ആവില്ല. എന്തിനാണ് അവർ കമ്പൈൻ ചെയ്തത് എന്നതിന് നമ്മൾ ഉത്തരം പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് അവർ കമ്പൈൻ ചെയ്തത് എന്നുള്ളതിന് ഒരു പാർഷ്യലായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടി, കെമിക്കൽ ബോണ്ട് വഴി. പക്ഷെ ആ കെമിക്കൽ ബോണ്ട് എങ്ങനെ ഉണ്ടായി നമ്മൾ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടണം. ഇതിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ ഇവിടെ പറയും, ഇതിന്റെ ഉത്തരം അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ, സംഗതി എല്ലാവർക്കും ഉണ്ടായ സംശയമാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് സയന്റിസ്റ്റുകളുടെ മനസ്സിലുണ്ടായ സംശയമാണ്. എന്തിനാറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്ത് മോളിക്യൂളാവണം? അവർക്ക് എന്തുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നുകൂടാ? എന്തുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നുകൂടാ? അതിന് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഉത്തരം ആദ്യമായിട്ട് നൽകിയത് 1916 ലൂയിസ് ആൻഡ് കോസൽ രണ്ട് പേര് ചേർന്നിട്ടാണ്. ലൂയിസ് ആൻഡ് കോസൽ എന്തിനാറ്റങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാതെ, എന്തുകൊണ്ട് ഒരു ഓക്സിജൻ ആറ്റം ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല, രണ്ടുപേര് കൂടി കൈപിടിച്ച് നിൽക്കുന്നു? എന്തുകൊണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം കൈപിടിച്ച് നിൽക്കുന്നു? എന്തുകൊണ്ട് ഈ ഹൈഡ്രജൻ H2 എന്തുകൊണ്ട് വീണ്ടും ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? എന്തിന് എന്നാണ് അവർ ഉത്തരം നൽകിയെന്ന് അറിയാവോ? ഈ രണ്ട് പേര് എന്ത് ചെയ്തു എന്നറിയാവോ? പീരിയോഡിക് ടേബിള് അരിച്ചു പെറുക്കി. എന്തിനറിയാവോ? ആ പീരിയോഡിക് ടേബിൾ മുഴുവനായിട്ട് അനലൈസ് ചെയ്തു. എല്ലാ എലമെന്റുകളെയും അവർ കൃത്യമായി പഠിച്ചു. അങ്ങനെ പഠിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ഉത്തരം എന്തായിരുന്നു അറിയാവോ? ചില ആൾക്കാർ അതിലുണ്ട്, അവരെ പ്രത്യേകത എന്തെന്നറിയാവോ? അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല, അവർ മറ്റുള്ളവരുമായി കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നില്ല, ഒറ്റക്ക് നിൽക്കുന്നു. ഒറ്റക്ക് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർ പീരിയോഡിക് ടേബിളിലുണ്ട്. എല്ലാവരും ഇതുപോലെ എല്ലാവരും കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നില്ല, പരസ്പരം കമ്പൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരും അവിടെയുണ്ട്. ആരൊക്കെയായിരുന്നു അറിയാവരെ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ ആൻഡ് റഡോൺ. ഇതാരാണ്? അവസാനത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്. അവര് നമ്മൾ പറഞ്ഞ പേരാണെന്ന് അറിയാവോ? അവരുടെ പേരാണ് ഇനേർട്ട് ഗ്യാസ്. എല്ലാം ഗ്യാസ് ആണ്. ഇനേർട്ട് ഗ്യാസ്, അലസവാതകങ്ങൾ. അവരെ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ വിളിച്ചാൽ പറയും, ഇങ്ങോട്ട് വാടാ ഹീലിയം, നമുക്ക് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് ബോണ്ട് ഉണ്ടാക്കാം. അപ്പൊ ഹീലിയം ഞാനില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. നിയോൺ പറയും ഞാനും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു എനിക്ക് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടണ്ട,
വരൂ. എന്തേ അവർ അങ്ങനെ ചെയ്യുന്നു, അവർ എന്തുകൊണ്ട് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് അവർ അനലൈസ് ചെയ്യും. അപ്പോൾ അവർക്ക് മനസ്സിലായ സംഗതി എന്നറിയാം, നേരെ കേൾക്കണം. ഹീലിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് ഉള്ളത്. ആകെ ഒരു ഷെല്ലേ ഉള്ളൂ, ആ ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് ഉള്ളത്. നിയോണിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണ്, ആർഗണിൽ 8 ഇലക്ട്രോണ്, ക്രിപ്റ്റോൺ 8 ഇലക്ട്രോണ്, ക്സിനോൺ 8 ഇലക്ട്രോണ്, റെഡോൺ 8 ഇലക്ട്രോൺ. ഇവരുടെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അവർ അനലൈസ് ചെയ്തത്. അങ്ങനെ അനലൈസ് ചെയ്തപ്പോൾ ഹീലിയം ഒഴികെയുള്ള എല്ലാവരുടെയും അവസാനത്തെ ഷെല്ലില് 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഹീലിയം ഒഴികെയുള്ള എല്ലാവരുടെയും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതേസമയം ഈ പറയപ്പെട്ടവരല്ലാത്ത ഏതൊക്കെ എലമെന്റുകൾ ആ പീരിയോഡിക് ടേബിളിൽ ഉണ്ടോ അവരുടെയൊന്നും അവസാനത്തെ ഷെല്ലിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 8 ഇലക്ട്രോൺസ് ഇല്ല. സോഡിയത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. മഗ്നീഷ്യത്തിന്റെ 2 ഇലക്ട്രോണേ ഉള്ളൂ. ക്ലോറിന് 7 ഇലക്ട്രോൺ ആണുള്ളത്. നൈട്രജനിൽ 5 ഇലക്ട്രോൺ ആണുള്ളത്. ഫ്ലൂറിൻ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. ഒന്നിലും ഇവരല്ലാത്തവരുടെ ഒന്നിലും ഒരു എലമെന്റിന്റെയും അവസാനത്തെ ഷെല്ലിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നതിന് മുമ്പ് 8 ഇലക്ട്രോൺസ് ഇല്ല. എത്രയാണ്? 8നേക്കാൾ കുറവാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ അവർ കാര്യം മനസ്സിലാക്കി. എന്നിട്ട് അവർ മുന്നേ അനലൈസ് ചെയ്തു. എന്താണെന്നറിയാവോ? അവർ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞ ശേഷം അതിന്റെ കോൺഫിഗറേഷൻ നോക്കി. കുഞ്ഞോളെ എന്താ സംഗതി എന്നറിയാവോ? കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ ഇതിന്റെ എല്ലാം അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. സോഡിയം കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒന്നേ ഉള്ളൂ. കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ എങ്ങനെയൊന്നും അറിയില്ല, നമുക്ക് പിന്നീട് പറയാം. എങ്ങനെയോ അതിന്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഇതിന്റെയും അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോണാണ് ഉണ്ടായത്. കോമ്പിനേഷനിൽ പങ്കെടുത്ത് നോക്കുമ്പോൾ 8 വരുന്നുണ്ട്. അപ്പൊ അവർക്ക് സംഗതി ക്ലിയർ ആയി. 8 ഇലക്ട്രോൺസ് അവസാനത്തെ ഷെല്ലിൽ ഓൾറെഡി ഉണ്ട് എങ്കിൽ അവർ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കില്ല. അവസാനത്തെ ഷെല്ലിൽ 8 ഇല്ലാത്തവര് 8 ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കെമിക്കൽ ബോണ്ട് വഴി കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് കോമ്പിനേഷൻ നടക്കുന്നത് എന്നുള്ളതിന് ഉത്തരം കിട്ടി. എന്തിനറിയാവോ? in order to attain 8 electrons in their valence shell, outermost shell. അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 8 ഇലക്ട്രോൺസ് കിട്ടുമ്പോൾ എന്താണ് സംഗതി എന്നറിയാവോ? അവർക്ക് അതുവരെ ഇല്ലാത്തൊരു പ്രോപ്പർട്ടി കിട്ടുന്നു. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് സ്റ്റെബിലിറ്റി. എന്താണ്? സ്റ്റെബിലിറ്റി, സ്ഥിരത. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർക്ക് ആ സ്റ്റെബിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ഇല്ല. അതേസമയം പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് എന്താ പറയുക, കോമ്പൗണ്ട് ആകുമ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നു. സ്റ്റെബിലിറ്റി കിട്ടിയത് എങ്ങനെയാണ്? പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നു. അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നതിന് പറഞ്ഞ പേരാണ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ. എന്താണ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ? ഒക്ടറ്റ് കോൺഫിഗറേഷൻ. ഓക്കെ അല്ലേ? ഒന്ന് നോക്ക്. അപ്പൊ എന്താണ് ഇതിന്റെ അടിസ്ഥാനത്തില് ലൂയിസ് ആൻഡ് കോസൽ ഒരു തിയറി ഉണ്ടാക്കി, ഒരു റൂൾ ഉണ്ടാക്കി. ആ റൂളിന്റെ പേരാണ് ഒക്ടറ്റ് റൂൾ. എന്നറിയാതെ atoms of various elements enter into the chemical combination in order to attain 8 electrons in their valence shell and thereby attaining stability. വ്യത്യസ്ത എലമെന്റുകളുടെ ആറ്റങ്ങൾ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത്, പരസ്പരം കമ്പൈൻ ചെയ്യുന്നത് സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ടാണ്, സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെ ആ സ്റ്റെബിലിറ്റി കിട്ടുന്നു? അവരുടെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുമ്പോഴാണ്. എങ്ങനെയാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുമ്പോഴാണ്. അപ്പൊ ഇതിനുള്ള ഉത്തരം കിട്ടി. ഏതിന്? എന്തിനാണ് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത് എന്നുള്ള ഉത്തരം കിട്ടി. വൈ എന്തിനാണ്? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്.
സ്റ്റെബിലിറ്റി എങ്ങനെ കിട്ടും? അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കിട്ടുമ്പോൾ. അപ്പൊ ഇതിന് ഉത്തരമായി. എങ്ങനെ കിട്ടുന്നു? എന്തിനാണ് കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുത്തത്? 8 ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്, സോറി സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടുന്നു? 8 ഇലക്ട്രോൺസ് കിട്ടുമ്പോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. അറിയോ എങ്ങനെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കിട്ടും? കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുമ്പോൾ, കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുമ്പോൾ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കിട്ടുന്നത് എങ്ങനെയാണ്? 3 വഴികളാണ്. അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കിട്ടാൻ 3 വഴികളാണുള്ളത്. ആ 3 വഴികൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. വെയിറ്റ് ആൻഡ് സീ. ഓക്കേ.